മാഗ്ലിൻ പീറ്റർ, അല്ലെങ്കിൽ തന്നെ ദുരിതകാലമാണ്, ട്രോളിംഗ് നിരോധനമാണ്, പോയാൽ തിരിച്ചെത്തുമെന്ന് ഉറപ്പില്ലാത്ത വല്ലാത്ത കാലാവസ്ഥയാണ്. ഞാൻ അങ്ങനെ പറയുന്നതിനോട് ക്ഷമിക്കണം. കാര്യം വിഴിഞ്ഞത്തടക്കം പല കപ്പലുകൾ മുങ്ങുന്ന കാഴ്ച നമ്മൾ നേരിട്ട് കാണുന്നുണ്ടല്ലോ. അതിൻ്റെ കൂടെ 2 ആഴ്ചയിൽ ആവർത്തിക്കുന്ന 2 കപ്പൽ ദുരന്തങ്ങൾ. സർക്കാർ കനിഞ്ഞു നൽകുന്ന എത്രയാണ്? 1000 രൂപയും 6 കിലോ അരിയും. അതിനേക്കാൾ നല്ലത് സഹായമൊന്നും നിങ്ങൾക്ക് പ്രഖ്യാപിക്കാതെ ഇരിക്കലായിരുന്നു ശ്രീമതി മാഗ്ലിൻ. നിങ്ങളുടെ ജീവിതം ഇപ്പോൾ എങ്ങനെയാണ്? ഹാഷ്മി, നമുക്കറിയാം MSCയുടെ ദുരന്തം ഒരു അർത്ഥത്തിൽ പോലും വളരെ കുറച്ച് പോലും പരിഹരിക്കപ്പെടാത്തൊരു സാഹചര്യമാണ് ഇപ്പം കേരളത്തിൽ നിലനിൽക്കുന്നത്. ഒന്ന് നേരത്തെ ഹാഷ്മി പറഞ്ഞ പോലെ മൺസൂൺ സീസണാണ്. വളരെ ശക്തമായിട്ട് കാറ്റും അപ്രതീക്ഷിതമായിട്ടുള്ള തിരമാലയുടെ ശക്തി കൂടലും ഒക്കെ കാരണം നമുക്ക് കടലിൽ പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷം, ചെറിയ ബോട്ടുകൾക്ക് പോലും പോകാൻ കഴിയാത്തൊരു സ്ഥിതിവിശേഷമുണ്ട്. ഇതിനിടയിലാണ് നമുക്കറിയാം മെയ് മാസം 24-ാം തീയതി ചരിഞ്ഞ 25-ാം തീയതി പൂർണ്ണമായിട്ടും ചരിഞ്ഞിട്ടുള്ള നമ്മുടെ MSC എൽസാ-3 കപ്പൽ ഉണ്ടാക്കിയിട്ടുള്ള ദുരന്തം അതിഭീകരമാണ്. തീരത്ത് അടിയുന്ന വസ്തുക്കളിലേറെയും അതിലേറെയും കടലിലൂടെ ഒഴുകി നടക്കുന്ന ധാരാളം രാസവസ്തുക്കളുണ്ട്. അതിന് ഇത്രയും നാളായിട്ട് അതിന് ഒന്ന് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരു 4-5 ദിവസമായിട്ട് കടൽ കുറച്ചൊന്ന് ശാന്തമാണ്. കേരളത്തെ തെക്കൻ മേഖലയെ സംബന്ധിച്ച് പറഞ്ഞാൽ മഴ തീരെ ഇല്ലാത്തൊരു സമയം കൂടിയാണ്. വേണമെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് അത്തരം ഒഴുകി നടക്കുന്ന വസ്തുക്കളെ പിടിച്ചെടുത്തുകൊണ്ട് തീരത്തേക്ക് കൊണ്ടുവരാനുള്ള സംവിധാനം കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംവിധാനം ഉണ്ടാകേണ്ടതാണ്. പക്ഷെ നാളെ ദൂരമായിട്ട് അത്തരത്തിലുള്ള ഒരു പ്രവർത്തനം തീരദേശത്ത് ഉണ്ടായിട്ടില്ല. നമുക്കറിയാം ഇവിടെ ഉണ്ടായിട്ടുള്ള പ്ലാസ്റ്റിക് വേസ്റ്റ് പോലും ശേഖരിക്കുന്ന വേസ്റ്റ് അവിടെ തന്നെ കുഴിച്ചുമൂടുന്ന സ്ഥിതിവിശേഷം പോലും ഉണ്ട്. ജൂൺ 5 പരിസ്ഥിതി ദിനത്തിന് പോലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു മുൻകൈ എടുക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു വസ്തുതയാണ്. വേറൊന്ന്, ഈ എൽസാ-3യുടെ അപകട സമയത്ത് പോലും അതിനെ തുടർന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല, ഫിഷറീസ് വകുപ്പ് മന്ത്രി പറഞ്ഞിട്ടുണ്ട് നമുക്ക് മത്സ്യം ഭക്ഷിക്കാം, യാതൊരുവിധ പ്രയാസവും ഇല്ല എന്നുള്ളതനുസരിച്ച്, അപകടം ഇല്ല എന്നത് സംബന്ധിച്ച്. പക്ഷേ ഇന്നലെയും ഒക്കെ ശനിയാഴ്ചയും ഒക്കെ മാർക്കറ്റിൽ പോയ സ്ത്രീകളിൽ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ പലയിടത്തും വഴിയോരത്ത് നിൽക്കുന്ന സ്ത്രീകളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇനി മത്സ്യവുമായിട്ട് ഇവിടെ വരരുത്, ഞങ്ങൾക്ക് ഭക്ഷിക്കാൻ ഭയമുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ച്. അതുപോലെ ഹോട്ടലുകളിൽ മത്സ്യം കൊടുക്കുന്ന സ്ത്രീകളുണ്ട്, ഹോസ്റ്റലുകളിൽ മത്സ്യം കൊടുക്കുന്ന സ്ത്രീകളുണ്ട്. അവരോടൊക്കെ പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇനി മത്സ്യവുമായി ഞങ്ങളുടെ ഇടത്തേക്ക് വരണ്ട, ഞങ്ങൾക്ക് ഉറപ്പ് ഇതിന് അപകടമില്ല എന്ന് ബോധ്യമാകുന്ന സമയത്ത് ഞങ്ങൾ നിങ്ങളെ വിളിച്ച് പറയാം, നിങ്ങൾ അപ്പോഴത്തേക്കും മത്സ്യം കൊണ്ടുവന്നാൽ മതി. ഞാനിത് പറഞ്ഞു വരുന്ന കാരണം എന്ന് പറഞ്ഞാൽ സ്കൂൾ ഓപ്പണിങ്ങിൻ്റെ സമയം കൂടിയാണ്. അതീവ ദാരിദ്ര്യകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് തീരപ്രദേശം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെയാണ് വീണ്ടും വലിയൊരു ഇടുത്തി എന്നുള്ള രീതിയിൽ ഈ ഇന്നലെ ഉണ്ടായ നമ്മുടെ അഴീക്കലിന് നേരെ ഉണ്ടായിട്ടുള്ള കപ്പലപകടത്തെ സംബന്ധിച്ച് അത് എൽസാ-3 ഉണ്ടാക്കിയതിനേക്കാളും 10 മടങ്ങ് ആഘാതം ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ളത് വസ്തുതയാണ്. കാരണം ഇവിടെ 13 കണ്ടെയ്നർ ആണെങ്കിൽ അവിടെ നമുക്കറിയാം അപകടകരമായിട്ടുള്ള 157 കണ്ടെയ്നറുകളിലുള്ള രാസപദാർത്ഥങ്ങൾ കത്തുകയും അല്ലെങ്കിൽ ജലത്തിലൂടെയും വായുവിലൂടെയും പടർന്നുണ്ടായ രൂക്ഷമായ പ്രശ്നങ്ങൾ അനുഭവിക്കുകയാണ്. ഇപ്പം തന്നെ മത്സ്യം കടലിലേക്ക് പോകാൻ പോലും മത്സ്യത്തൊഴിലാളികൾ ഭയക്കുന്നുണ്ട്. വേറൊന്നെന്ന് പറഞ്ഞാൽ തീരത്ത് വല്ലാത്തൊരു ആശങ്കയുണ്ട്. ആശങ്ക എന്ന് പറഞ്ഞാൽ പറയുന്നുണ്ട് വായുവിൽ പോലും വന്നാൽ അത് ശ്വസിച്ചാൽ ശ്വാസകോശത്തിന് പെട്ടെന്ന് അത് ബാധിക്കുകയും മരണം പോലും മണിക്കൂറുകൾക്കുള്ളിൽ സാധ്യമാകാൻ കാരണമാകുന്ന വിഷാംശം അടങ്ങിയ രാസവസ്തുക്കൾ ഈ കപ്പലിനകത്തുണ്ടെന്ന് പറയുന്നുണ്ട്. എന്ത് സുരക്ഷയാണ് തീരദേശവാസികൾക്ക് സർക്കാർ നൽകുന്നത്? ഒന്ന്, ദാരിദ്ര്യകരമായ സാഹചര്യമുണ്ട്. മറ്റൊന്ന്, ഈ അപകടം ഉണ്ടാവാൻ കാര്യം കാറ്റ് ശക്തമാണ്. കാറ്റെന്ന് പറഞ്ഞാൽ കടലിൽ നിന്ന് കരയിലേക്ക് വരുന്ന കാറ്റാണ്. അത് എത്രത്തോളം പെട്ടെന്ന് നമ്മുടെ തീരത്തേക്ക് വരുമെന്നുള്ളത് നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയാത്ത അത്രയും കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. അപ്പം അത്തരത്തിലൊരു ഇൻഫർമേഷൻ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ച് ലഭ്യമാകുന്നില്ല എന്ന് പറഞ്ഞാൽ ഇനി വറുതിയുടെ കാലഘട്ടത്തിന് കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് എത്തിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്.